മനു 45,200 രൂപയ്ക്ക് ഒരു പഴയ ബൈക്ക് വാങ്ങി. 2,800 രൂപ മുടക്കി അത് നന്നാക്കി. ശേഷം 46,800 രൂപയ്ക്ക് അത് വിറ്റു. ഇങ്ങനെ ഒരു കച്ചവടം നടത്തിയാൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ, അത് എത്ര ശതമാനം എന്നതാണ് ചോദ്യം. അപ്പം 45,200 രൂപയ്ക്കാണ് ബൈക്ക് വാങ്ങിയത്. 2,800 മുടക്കി അത് നന്നാക്കി. അങ്ങനെയാകുമ്പം നമുക്കൊരു കാര്യം മനസ്സിലാകും. 48,000 രൂപ മുടക്കായി. 45,200 വാങ്ങി 2,800 മുടക്കി നന്നാക്കിയാൽ 48,000 മുടക്കായി. 48,000 മുടക്കായ ബൈക്ക് 46,800 വിറ്റു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നഷ്ടമാണ് ഇതിൻ്റെ ഡിഫറൻസ്. അതായത് 1,200 രൂപയുടെ നഷ്ടമാണ്. നഷ്ടം എത്ര രൂപയാണെന്നല്ല ചോദ്യം, നഷ്ടം എത്ര ശതമാനമാണെന്നാണ്. അപ്പം കണ്ടുപിടിക്കേണ്ട സാധനം നഷ്ടശതമാനമാണ്. ആണോ മക്കളെ? നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ഇക്വേഷൻ. നഷ്ടം 1,200, കോസ്റ്റ് പ്രൈസ് 48,000 ബൈക്കിൻ്റെ പുറകെ പോയത് കൊണ്ടുണ്ടായ മുടക്ക് 48,000 ഇൻറ്റു 100 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. യെസ്, ഈ 1,200 ഈ 4,800 കൂടെ വെട്ടിക്കളഞ്ഞു. ഇത് 4 തവണ 0,40, 12 ഇൻറ്റു 4 48. അപ്പോൾ 1,200 ഇൻറ്റു 4 4,800. 0 ഇറക്കി എഴുതി 40. 100/40 എന്ന് വരുമ്പോൾ ഈ 0 വെട്ടി കളഞ്ഞു. 10/4 2.5 എന്ന് വരും. ആണോ? ആൻസർ 2.5% നഷ്ടം എന്നാണ് കിട്ടുന്നത്.